എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിസിയമ്മ. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വിസ്മയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും മനോഹരവും വിചിത്രവുമായ ഗുഹകളിലൊന്നായ സ്ലൊവേനിയയിലെ പോസ്റ്റൈന ഗുഹയിലേക്ക്. ഞാൻ അവിടെ പോയില്ല കേട്ടോ. കഴിഞ്ഞ മാസം എൻ്റെ മകളും കുടുംബവും അവിടെ സന്ദർശിച്ചപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോകളും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് പോകാൻ പറ്റത്തില്ല, എങ്കിലും ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയകരമായി തോന്നി. ഇതാണ് പോസ്റ്റൈന കേവ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ട് പോസ്റ്റ് ഓഫീസ്, ആദ്യത്തെ പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ നിന്ന് ഇപ്പോഴും പോസ്റ്റൈന കേവിൻ്റെ മുദ്ര പതിപ്പിച്ച കത്തുകൾ നമുക്ക് അയക്കാൻ പറ്റും. അവിടെ വരുന്നവരൊക്കെ അവിടെ നിന്ന് ലെറ്റർ പോസ്റ്റ് ചെയ്യാറ് പതിവുണ്ടെന്നാണ് അറിവ്. അതൊരു സന്തോഷവുമാണല്ലോ. പിന്നെ നമുക്കിതിൻ്റെ ലൊക്കേഷനും ഹിസ്റ്ററിയും ഒക്കെ നോക്കിയാൽ സ്ലൊവേനിയയിൽ നിന്ന് 49 കിലോമീറ്റർ മാറി തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഒരു ചെറിയ പട്ടണമാണ് പോസ്റ്റൈന. ഇവിടെ തന്നെയാണ് ഈ ലോകപ്രശസ്തമായ പോസ്റ്റൈന കേവ്. ഏകദേശം 24 കിലോമീറ്ററിലധികം, അതായത് 25 കിലോമീറ്റർ തികച്ചില്ല, 24.34 ആണ് എക്സാക്ട്ലി നീളമുള്ള ഭീമാകാരമായ കാൽഷ്യം കല്ലുകൊണ്ട് നിർമ്മിച്ചതല്ല, അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഗുഹയാണ്. 1818 ലുക്സ് എന്ന തൊഴിലാളിയാണ് ഈ ഗുഹയുടെ ആഴത്തിലുള്ള ഭാഗം കണ്ടെത്തിയത്. 1819 പൊതുജനങ്ങൾക്കായി തുറന്നതോടെ ഈ ലോകത്തിലെ ഏറ്റവും പഴയ ടൂറിസ്റ്റ് ഗുഹകളിൽ ഒന്നായി മാറി. ഇനി ഗുഹകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവിടെ പോസ്റ്റൈന ഗുഹയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അകത്തൂടെ ഗാലറിയൊക്കെ ഉണ്ടെന്ന് വരികിലും നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതിനകത്ത് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഈ എൻട്രി ഫീസ് ആദ്യമേ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാനായിട്ട് പ്രയാസമാണ്, എസ്പെഷ്യലി ഇൻ സീസൺ. അപ്പോൾ അവിടെ ഇലക്ട്രിക് ട്രെയിനുണ്ട്. ഈ അടച്ചുമൂടിയ ഇലക്ട്രിക് ട്രെയിൻ അല്ല, ഓപ്പൺ ആണ്. പക്ഷെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് പോലെ അതിനകത്തുകൊണ്ട് 2 പേരിരിക്കുന്നതാണ് ഞാനതിൽ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഇലക്ട്രിക് ട്രെയിനിൽ ഇരുന്ന് ഇരുണ്ട ഗുഹയിലൂടെയും പാറക്കെട്ടുകളുടെയും ഇടയിലൂടെയും, പിന്നെ അപ്പോൾ ഈ വിളക്കുകളെല്ലാം ഉണ്ട്, ആ വിളക്കിൻ്റെ ശോഭയും ഇടയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിലെ അടിയിലെ ഒരു സ്വപ്നലോകത്തേക്ക് കടന്നതായിട്ട് തോന്നും. കുട്ടികളൊക്കെ ആണെങ്കിൽ അത്ഭുതത്തോടെ നോക്കുകയും ആർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു മായാ ലോകത്തോട്ട് നമ്മൾ കടന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മളവിടെയുള്ള ഏത് കല്ലിലോട്ട് നോക്കിയാലും, കല്ലല്ല ആക്ച്വലി കാൽസിഫിക്കേഷൻ മുഖാന്തരം അതിങ്ങനെ ആയി തീർന്നാണ്. അത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഓരോ ഷേപ്പിലുള്ള രൂപങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതിന് പ്രകൃതിയുടെ ശില്പങ്ങളാണ്. അകത്ത് കടന്നാൽ ദൈവം തന്നെ ഒരുക്കിയ ഗാലറിയാണ്. മുകളിൽ നിന്നും തൂങ്ങി നിൽക്കുന്നതും താഴെ നിന്നതും വളർന്നതുമായ കാൽഷ്യം പാറകളുടെ അത്ഭുത രൂപങ്ങളാണ്. ഇതിന് സ്റ്റാലാക്റ്റിക്റ്റിസ് എന്നും സ്റ്റാലാഗ്മൈറ്റിസ് എന്നും പറയുന്നു. നിങ്ങൾക്കറിയാമോ, അതിനകത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അല്ലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ തണുപ്പാണ് നമുക്കറിയാമല്ലോ. എപ്പോൾ കിടന്നാലും അതിനകത്ത് 10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് തണുപ്പ്. അതുകൊണ്ട് അവിടെ പോകുന്നവർ നമ്മൾ തണുപ്പിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ബ്രില്യൻ ചേംബർ, വെള്ള നിറമുള്ള പാറകളാൽ തിളങ്ങുന്ന ഭാഗമാണ്. ഈ ട്രെയിൻ ഇങ്ങനെ കടന്ന് പോകുമ്പോൾ നമുക്ക് പല ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ കാണാം. അതിനകത്ത് വലിയൊരു ചേംബർ പോലെ ഒരു സാധനം നമുക്കിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഇത് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് വെള്ളിമണിയുടെ ഇത് ഈ ഭാവം പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത്. വെള്ളിമണികൾ നിരത്തിയിട്ടേക്കുന്ന പോലെ നമുക്ക് തോന്നിക്കും. അതുപോലെ കൺസേർട്ട് ഹാൾ എന്ന മറ്റൊരു ഭാഗം അവിടെ എക്കോ ഉണ്ട്. ഇവിടെ സംഗീത പരിപാടികളൊക്കെ നടത്താറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസിനെ പറ്റി ഞാൻ ആദ്യമേ വർണ്ണിക്കുകയുണ്ടായി. അത് 1899 സ്ഥാപിതമായത്. അന്നേരം ഞാൻ പറഞ്ഞു എന്ന് എനിക്കൊരു സംശയം തോന്നിയതുകൊണ്ട് ആവർത്തിക്കാം.
ഭൂമിയുടെ അടിയിലും മനുഷ്യൻ്റെ ആശയവിനിമയം എത്ര മനോഹരമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. ദൈവം എത്ര അതിശയവും ഭയങ്കരവുമായി ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. കണ്ടത് മനോഹരം, ഇനിയും കാണാനുള്ളതോ അതിലും മനോഹരമാണ്. ഈ ട്രെയിനിന് മൂടിയില്ലാത്തത് നന്നായി, അല്ലെ തല ചെന്നിടിക്കുമോ എന്ന് നമുക്കങ്ങ് തോന്നിപ്പോകും. അത്രയ്ക്കാണ്. അതുപോലെ വളവും തിരിവും ധാരാളമാണ്. ആക്ച്വലി നിങ്ങൾ ഇയർഫോൺ വെച്ച് കേൾക്കുവാണെങ്കിൽ ഈ ട്രെയിനിൽ നമ്മൾ ഈ സാധാരണ നമ്മുടെ റെയിൽവേ പാലത്തെ കൂടെ ട്രെയിൻ പോകുന്ന അതേ ശബ്ദം ടക് 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 എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അട്ട പോകുന്ന പോലെ എത്ര ദൂരത്തിലാണിതെന്ന് നോക്കി. ഇത് ആകെ 90 മിനിറ്റാണ് വേണ്ടത് ഇതിനകത്ത് യാത്ര ചെയ്ത് തിരികെ എത്താൻ വേണ്ടി. നാം സൂക്ഷിച്ചു നോക്കുമ്പോൾ അറിയാം, പ്രകൃതി തന്നെ നിർമ്മിച്ച ചില ശിലകൾ, ചിലതൊക്കെ ഉണ്ട് തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പം നമുക്ക് ദേഹത്ത് മുട്ടും എന്നൊക്കെ തോന്നിപ്പോകും. കണ്ട പല രീതിയിലുള്ള ഷേപ്പിലുള്ള രൂപത്തിൽ ഭാവത്തിലുള്ള ശിലകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതെല്ലാം കാൽഷ്യം രൂപാന്തരപ്പെട്ട് ആയതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതൊക്കെ ഒരു വലിയ നമ്മൾ അതിശയങ്ങളിലൊന്നായിട്ടെങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും 200 വർഷം ആയിട്ടുള്ളൂ ഈ ഗുഹ കണ്ടുപിടിച്ചിട്ട്. എന്നാലും ആ ഗുഹ ഒന്ന് കണ്ടിരിക്കുന്നതൊക്കെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും കാണാൻ ചിലർക്കെങ്കിലും സാധിച്ചാലത് അതിമനോഹരം. ഇങ്ങനെയെങ്കിലും കണ്ട് നമുക്ക് ഒന്ന് തൃപ്തി അടയാം. ഓ, മറ്റൊരു ട്രെയിൻ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. അപ്പം 2 പാതകളുണ്ടെന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരിട്ട് കണ്ടതല്ല ഇത്. മോള് കണ്ട വീഡിയോയും പിന്നെ അവൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഇത് ഒരാൾ പറയുമ്പം മനസ്സിലാവത്തില്ല. എങ്കിലും പുതുതായിട്ട് പല കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. നമ്മളിത് ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. 24 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് വരികയില്ല. അത്രയൊന്നും ഇവരെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നില്ല. 5 കിലോമീറ്ററോളം, അതായത് അത് തന്നെ ഒരു പോയി തിരികെ വരാനായിട്ട് 90 മിനിറ്റ് എടുക്കും. അതായത് 1.5 മണിക്കൂറിൽ കൂടുതൽ. Nenatahuje, jeżeli jest informacji, że mamy te kratki do bagi,
അങ്ങനെ 90 മിനിറ്റത്തെ യാത്ര ഇവരുടേത് പൂർത്തിയാകാൻ പോവുകയാണ്. സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. നമ്മുടെ ആൾക്കാർക്ക് അവിടെ പോയി കാണുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവാണ്. എന്നാലും താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഈ ഗുഹയുടെ ആഴങ്ങളിൽ ജീവിക്കുന്ന മറ്റൊരു അത്ഭുതമാണ് ഓലം അഥവാ പ്രോട്ടിയസ്. ഇതിനെ ഹ്യൂമൻ ഫിഷ് എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ ത്വക്ക് മനുഷ്യ നിറത്തിലുള്ളതാണ്. കാഴ്ചയില്ലാത്ത ഈ ജീവിക്ക് വെളിച്ചമില്ലാതെ ജീവിക്കാനും വെള്ളത്തിൽ വർഷങ്ങളോളം കഴിയാനുമുള്ള കഴിവുണ്ട്. പിന്നെ അടുത്തതാണ് പ്രഡ്ജാമ കൊട്ടാരം. പോസ്റ്റൈന ഗുഹയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് പ്രഡ്ജാമ കാസിൽ. പാറക്കെട്ടിനകത്ത് പണിതെടുത്ത കൊട്ടാരമാണ് ഇത്. ലിസിയാസ് ജേണൽ, ലിസിയമ്മ സ്പീക്കിംഗ്. ബൈ.